നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഈ ചൂട് കൂടിയ സമയത്ത് ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീം വ്യത്യസ്തനായ ഒരു അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തേക്കട മേലെ മുക്കോല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം അടുക്കളയുടെ ഡോർ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു സാധനം പെട്ടെന്ന് എഴിഞ്ഞു പോയി. തൊട്ട് അടുത്ത സൈഡിൽ കുറച്ച് സാധനം വെച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ട് ഒരു വലിയ സാധനം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ശല്യം, ആൾക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നത് പന്നി ശല്യമെന്ന് ഞാൻ പറയുന്നില്ല, പന്നിയാണ്. രണ്ടാമത് കുരങ്ങിൻ്റെ അപാരമായ ശല്യം ഒരു ഏരിയയുള്ള ഏരിയയാണ് ഇവിടെയൊക്കെ ഏരിയയുള്ള. കാരണം ഇവിടെയൊക്കെ പാമ്പ് പിടിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു വലിയ പാമ്പ്, മുട്ടക്കട്ടം പാമ്പെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇനി പെരുമ്പാമ്പുള്ള സ്ഥലമാണ്, പെരുമ്പാമ്പാണെന്ന് പറഞ്ഞത്. അപ്പോൾ പെരുമ്പാമ്പിൻ്റെ പുള്ളിയൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, അവർ നമുക്ക് വേണ്ടി ആ സമയം കൊണ്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം നമ്മളെ ആ അതിഥി ആരാണെന്ന്, അവരെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നോക്കാം അതിഥി ആരാണെന്ന്. പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. നമസ്കാരം. ഇഞ്ചിയുടെ സുഖം? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തോ ഒരു വലിയ അത്ഭുത സംഭവം കണ്ടണക്കുന്നത്. എന്താ സംഭവം? പാമ്പ്. ആര് പാമ്പ്? അച്ഛനാ? പിന്നെ ഹലോ പെണ്ണുവാവേ, ഇടാടാ അവൻ്റെ കൊണ്ട് പേടിച്ചു കേട്ടോ. ഇടാടാ. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. എന്താ പേര്? ഹരീഷ്. ഇത് എങ്ങോട്ടാ കയറിയെന്ന് പറഞ്ഞേ? ഓ, അവിടെ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പുള്ളി ചാടി അങ്ങ് പോയി സ്പീഡിലോ. ഇതിനകത്ത് കയറി അല്ലേ? അതിനകത്തോട്ട് ഈ സൈഡ് ഗേറ്റിന്റെ സൈഡിൽ കൂടെ അങ്ങ് കയറിയത്. ആ സമയത്ത് നിങ്ങൾ എല്ലാം സെറ്റപ്പ് ആക്കി നോക്കി അടച്ചു വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, ഒരു സംശയം, ഇവിടെ ഇത്രയും കാലം ഇത് ആനയുള്ള സ്ഥലമാണോ? ആനയെ കടുവ സിംഹം ഇത്രയും ഭയങ്കര കടുവയൊന്നുമില്ല. പന്നിയുണ്ട്. പന്നി ഇഷ്ടം പോലെ ഉണ്ട്. പന്നി വരുന്നതെന്ന് വെച്ചാൽ ഒരു 10-30 പന്നി ഒരുമിച്ച് ഇവിടെ വന്ന് ഇത് അത്രയും കുത്തി മറിച്ചിട്ടിട്ടാ പോകണം. കുരങ്ങ് ശല്യം ഉണ്ടോ? കുരങ്ങ് ശല്യം, ഭയങ്കര കുരങ്ങ് ശല്യമാണ്. കണ്ടത് കീറി കിടക്കണുണ്ട്. വന്ന് ചാടുന്നല്ലേ. സന്തോഷം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ കൂട്ടുകാരന് ഇതിനകത്തുണ്ടെന്നാണ് പുള്ളി പറയുന്നത്, ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറേച്ച്, പക്ഷേ ഇഴഞ്ഞ പാടുണ്ട് കേട്ടോ. വേണ്ട, വലിയ പാടല്ല. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ചെറിയ പ്രശ്നം എന്ന് പറയുക, ഇതിങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു തടസ്സമായി മാറും. ഇതിനെ പതുക്കെ നഴിച്ച് മാറ്റിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പണി വേറെ ഒന്നുമല്ല, നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ അതാവും, എല്ലാം കൂടെ ഊരി വന്നു കേട്ടോ. കുഴപ്പമില്ല, പിന്നെ പിടിക്കാം. നമുക്കിതിവിടെ ഇരുന്നോട്ട് കേട്ടോ, സേഫായിട്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നത്, സത്യം പറഞ്ഞാൽ ഇതൊരു എത്രയോ വർഷം എത്രയോ വീടുകൾക്ക് ചാന്ത് കൂട്ടിയ സാധനമാണെന്നറിയാം. കാരണം ഞാൻ മേശിരി എഴുതുന്നുണ്ട്, അറിയാലോ. ചട്ടിയും മണ്ണട്ടിയും കാസം. ചട്ടി ഇഷ്ടം പോലെ 3-4 എടുത്തുണ്ടെങ്കിൽ അമ്മ വീട്ടിൽ പയ്യൻ്റെ ചാണകം വരെ അമ്മയ്ക്ക് കൊടുക്കായിരുന്നു. 5-6 എടുത്തുകൊണ്ട് പോയെങ്കിൽ ചാണകം വരാൻ കൊടുക്കായിരുന്നു. അവിടെ ഇടാ അടി. ആഹാ, ഇനി പോരണ കളിക്കണം. ഇടാ അടി. എല്ലാ പിക്കാസും എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ. കാണുന്നില്ല നമുക്ക്. ആ സമയത്തിട്ട് ജീവൻ ഉണ്ടായിരുന്നല്ലേ? ഇവിടുന്ന് മാറില്ല. ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മാറിയില്ലല്ലോ. കാണാൻ ചുറ്റത്തിൽ സാധനങ്ങളിരിക്കുകയല്ലേ. പാമ്പിന് ഒളിക്കാൻ എത്ര സ്ഥലം വേണം? അല്പ സ്ഥലം പോരെ. അടിപൊളി. ഇതായിരിക്കുന്ന പുള്ളിക്കാരൻ എന്തായാലും കണ്ടത് വെറുതെ ആയില്ലതാ. എടുക്കുന്ന വേറെ ചിലപ്പോൾ ചാടിപ്പോയാലും നമുക്ക് എന്തായാലും പുള്ളി അവർ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ മുട്ടക്കാട്ട സാധനം, ഭയങ്കര സാധനം. പെരുമ്പാമ്പല്ല ടീച്ചർ, പെരുമ്പാമ്പല്ല ടീച്ചർ പറഞ്ഞ പെരുമ്പാമ്പ്. പക്ഷേ പെരുമ്പാമ്പല്ല, പെരുമ്പാമ്പോട് ഉള്ളതാണ്, പെരുമ്പാമ്പുടെ ധാരാളം ഇവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പെരുമ്പാമ്പല്ല, ഇത് നല്ല സൈസുള്ള സൂപ്പർ ഒരണലി. സൂപ്പർ. നോക്കി പടം പൊഴിക്കാറ്. ഇപ്പോൾ ടീച്ചറിന് നിങ്ങൾക്കൊരു ഭാഗ്യമുള്ള എന്താണെന്നറിയാം, വന്ന് കയറിയിട്ട്
ഇരിക്കാനുള്ള സാഹചര്യമില്ല. ഇവിടെ ഇരിക്കില്ല. കുറച്ച് നേരം നിങ്ങൾ നോക്കാതിരുന്നെങ്കിൽ അതിറങ്ങി എൻ്റെ ജോലി. എനിക്ക് താഴോട്ട് ഇത്രയും കാലം എനിക്കൊന്ന് വെള്ളം അനിവാര്യമാണ്. കേട്ടോ, ഇപ്പോൾ പടം പൊഴിക്കാറായിരിക്കുന്നു, ചട്ട പൊഴിക്കാറായിരിക്കും. കണ്ടോ, ചട്ട പൊഴിക്കാറായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അതെന്തായാലും സൂപ്പർ, ഒരു രക്ഷയില്ല. അടിപൊളി സൗണ്ട്, ഒരു രക്ഷയില്ല. നമുക്ക് എൻ്റെ അമ്മ, സത്യം നമുക്ക് കിട്ടുന്ന സാധനം, ഇപ്പോൾ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഒന്നൊന്നര സാധനത്തേക്ക് നല്ലൊരു മുഴുത്ത മോട്ടക്കാട്ടാണെങ്കിൽ തന്നെ ഇതാണ്. ഒരു രക്ഷയില്ല. നോക്കിയോ, ഞാൻ ബക്കറ്റ് പൊക്കിയതും ബക്കറ്റിനകത്തൊരു കിണക്കി. ഇങ്ങനെയാണ് നമ്മൾ വലിയ മൂർഖനദിയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഈ കലത്തിനകത്തൊക്കെ ആയിരിക്കുന്ന അറിയോ, ഇതെങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ അറിയോ നോക്കിയേ. എന്താ ബക്കറ്റ് പൊക്കി കാണിക്കാം, ഇതായിരിക്കുന്നു. എന്തായാലും സൂപ്പർ, ഒരു രക്ഷയില്ല. നല്ല സൈസുള്ള സൂപ്പർ കണലി. ചാടി കളിച്ചുണ്ടോ, എത്തി പിടിച്ചുണ്ടോ, എത്തി പിടിച്ച് നല്ല എത്തിയൊരു പിടി. ഇങ്ങ് വരും മിക്കവാറും പിടി. നോക്കിക്കോളൂ, അമ്മ എന്ത് സൗണ്ടായത്. അടിപൊളി, ഒരു രക്ഷയില്ല. എന്തായാലും നല്ല അടിപൊളി അഗ്രസീവ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. കാടി ഇങ്ങനെ ചറപറ കടിക്കുന്നു, ഒരു രക്ഷയില്ലാത്ത കടി. എന്താണെന്ന് അറിയില്ല കേട്ടോ. അടിപൊളി, കണ്ടോ, ഇത്രയും സൈസുള്ള സാധനങ്ങൾ. നമ്മളെയൊക്കെ നാട്ടിൽ ഈ വർഷം എനിക്കൊന്ന് 10-ലേറെ, ഇതെനിക്കൊന്ന് 10ാമത്തെ 12ാമത്തെ ആണെന്നാണ് ഇത്രയും സൈസുള്ള കിട്ടുന്നത്. ഒരു ശനി ഇവിടെ. പിന്നെ ഇത് ഒരു അത്ഭുതമല്ല, വട്ടപ്പാറ, വെമ്പായം, പോത്തൻകോട്, നെടുമങ്ങാട് ഈ ഭാഗത്തൊക്കെ അണലികളുണ്ട്. പക്ഷെ ഇത്രയും സൈസുള്ള, അതിൻ്റെ സൗണ്ട് നോക്കിയേ, തിരമാല അടിക്കും പോലെ. കണ്ടോ, എന്ത് ഇത് തിരമാല എന്നല്ല, ഇതിനെന്താ പറയുക, ഇത് അതുക്കും മേലെ. എൻ്റെ ജീവിതത്തിൽ ഈ 2026 എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. കാരണം ഒരു ഏറ്റവും കൂടുതൽ സൈസുള്ള മൂർഖനദിയെ കിട്ടിയ വർഷം, ഏറ്റവും കൂടുതൽ സൈസുള്ള അണലിയെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും സൈസുള്ള അണലികളെ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം 2026. ഇനി അങ്ങോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ അണലികളെ കിട്ടിയത് 2026. അതിലുപരി ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഒരു കാരണവശാലും വീട്ടിൻ്റെ പുറത്ത് വെള്ളം വെക്കരുത്,
ബക്കറ്റിൽ വെള്ളം വെക്കരുത്, താഴത്തൊന്നും ചെറിയ പാത്രങ്ങളൊന്നും വെള്ളം വെക്കരുത്. ഫിഷ് ടാങ്കുകൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മീൻ വളർത്തുന്ന ആൾക്കാർ ഇപ്പോഴത്തെ അറിയില്ല, മുറ്റത്തെ വീടിൻ്റെ മുന്നിലും പിന്നിലൊക്കെ വെള്ളം വെക്കുന്നവർ നിർബന്ധമായിട്ട് ഒന്നുകിൽ ആ വെള്ളത്തിൻ്റെ ആ ഫിഷ് ടാങ്കിൻ്റെ മുകളിൽ വലയിടുക, അല്ലെങ്കിൽ ആ തൽക്കാലം മീൻ വെക്കാതിരിക്കുക, അകത്തേക്ക് വല്ല മാറ്റി വെക്കുക. 1 2 വലയിടുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ അങ്ങോട്ട് പാമ്പ് നമ്മുടെ അണലി അതികളുടെ ഇണചേരൽ കഴിഞ്ഞു, മൂർഖൻ അതികളുടെ ഇണചേരൽ കഴിഞ്ഞു. മൂർഖൻ പാമ്പ് മുട്ട വിരിയാനായിട്ട് തയ്യാറായി മാളത്തിൽ മുട്ടയിട്ട് കാവലിരിക്കുന്ന സമയമാണ്. പക്ഷേ ഇപ്പോൾ അണലികൾ ഒരിക്കലും മാളത്തിലല്ല, കുഞ്ഞുങ്ങൾ വയറ്റിൽ തയ്യാറാകുമ്പോൾ മാളത്തിലല്ല ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. മാളത്തിലല്ല ഇരിക്കുന്നത്, അധികം ചപ്പിൻ്റെ പുറത്ത് വിറവടുക്കി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ വേസ്റ്റ് സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത്. കൂടുതലും കാണുന്നത് അടിക്കാടുകളുള്ള സ്ഥലത്ത് ആ കാടിനതിൻ്റെ അടിയിൽ കൊള്ളിരിക്കാം. വെയിൽ വെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ മേളിൽ കിടക്കുക, ചപ്പിൻ്റെ മേളിൽ കിടക്കുക. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട്, എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ പറമ്പിൽ പോകുമ്പോൾ ചപ്പിൽ ചെരുപ്പില്ലാതെ പോകരുത്. ചെരുപ്പിട്ട് തട്ടി നടക്കണം. ചെരുപ്പിട്ട് തട്ടി നടക്കുക മാത്രമല്ല, വടി ഉപയോഗിക്കണം നിർബന്ധമായിട്ട്. ഇപ്പോൾ ഈ കാട കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടി വന്നു. അപ്പുറത്ത് 2 കുഞ്ഞു മക്കളെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഒരു കൊച്ചു മോനെയും പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ മക്കളൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും നിർബന്ധമായിട്ട് ഒരു 5 അടി നീളമുള്ള വടി ഉപയോഗിച്ച് തട്ടിയിട്ടേ നടന്നു പോകാം. ഒരു കാരണവശാലും നിങ്ങൾ തട്ടാതെ നടന്നു പോകരുത്. ഇപ്പോൾ അടുത്തെല്ലാം വീടുകളാണ്, അടുത്തടുത്ത് വീടാണ്. ഇതൊരു പുതിയ വീട് പണി കഴിഞ്ഞുള്ള അവിടെയും പണി ചെയ്തതിൻ്റെ സാധനങ്ങളുണ്ട്. പിന്നെ താപ്പോട്ട് പന്നിയുടെ താഴ്വയാണ്. പക്ഷേ പന്നിയുള്ള സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ നമുക്ക് പാമ്പുകളുടെ എണ്ണം വളരെ കുറയുന്നുണ്ട്. പാമ്പുകളിൽ ഏറ്റവും ഭയപ്പെടുന്ന, പാമ്പ് പിടുത്തക്കാർ ഏറ്റവും റിസ്ക് എടുക്കുന്ന, ടെൻഷൻ അടിക്കുന്ന ഒരു പാമ്പതിഥിയാണ് അണലി എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന വട്ടക്കൂറ എന്ന് വെച്ചാൽ ചേനത്തണ്ടൻ വട്ടക്കൂറ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആളിന് ഇവിടെ കടിക്കാൻ പറ്റും, ഈസി ആയിട്ട് കടിച്ച് തിരിച്ചു പോകാൻ പറ്റും. അതാണ് ഇദ്ദേഹത്തിൻ്റെ പരിധി. ഇപ്പോൾ നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റും. കടിയെന്ന് വെച്ചാൽ ഏത് ഡയറക്ഷൻ ഉണ്ടോ, ഇപ്പോൾ ഒരു കോബ്രയെ പോലല്ല, ഇവന് പെട്ടെന്ന് ചാടി കുതിച്ച് കടിക്കാൻ പറ്റും. ബോഡിക്ക് വെയിറ്റിലുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ചാടി കടിച്ച് തിരിച്ചു വരും. ഏത് ഡയറക്ഷനിലും ചാടാൻ പറ്റും. ബോഡി പതിപ്പിച്ച് ചാടാനും കഴിയും. അതാണ് അണലിയുടെ പ്രത്യേകത. എനിക്ക് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ കണക്കിലൊരു 5000-6000 അണലികൾ എൻ്റെ കളക്ഷനിലുണ്ടെന്നുള്ളത്. 5000-ന് മേളിൽ പറഞ്ഞു, കൃത്യം കണക്ക് ഓർമ്മയില്ല. അറിയാമല്ലോ, അണലിയുടെ കടി അപാരമാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെ കടി കിട്ടി, നല്ല നീര് വെക്കുന്നത് മാത്രമല്ല, നീര് വെക്കുന്നതിന് നമ്മൾ കീറി വിടേണ്ടി വരും. ഈ നീര് പുറത്തേക്ക് വിടും, അപ്പോൾ എല്ലാം കീറി വിടും. മേപ്പോട്ട് നീര് വെക്കാം. അപ്പോൾ ഈ ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ മസിൽസിനൊക്കെ പ്രവർത്തനം ഇല്ലാതെ പോകും. കാരണം ഇവിടുത്തെ ചെറിയ വെയിൻസ് എല്ലാം കട്ടായിപ്പോവും. ഇത് പഴുക്കുമ്പോൾ ഇവിടെയൊക്കെ നീര് വെച്ച് പഴുക്കുമ്പോൾ നീര് കയറുമ്പോൾ ചെറിയ വെയിൻസ് എല്ലാം ഡെഡായിപ്പോവും. പിന്നെ ആ പഴയതുപോലെ വെയിൻസ് പിന്നെ റിക്കവറായി വരത്തില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് രക്തഓട്ടം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാലിന് ചിലപ്പോൾ ഇങ്ങനെ മന്ദായിട്ട് തന്നെ ഇങ്ങനെ ബൾജായിരിക്കുന്ന ഒരുപാട് അനുഭവം, ഇങ്ങനെ മന്ത് പോലെ ഇരിക്കും ചില ആൾക്കാരുടെ കാല്. അറിയാം. പിന്നെ ചില സാഹചര്യം നമുക്ക് മുറിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ കടിച്ചു, നമുക്കിവിടെ മുറിക്കേണ്ടി വരും. എൻ്റെ വിരൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ കടി കെട്ടി ഇങ്ങോട്ട് മുറിക്കേണ്ടി, ചിലപ്പോൾ മേപ്പോട്ട് മുറിക്കേണ്ടി വരും, ചിലപ്പോൾ മുട്ടിന് മേളിൽ മുറിക്കേണ്ടി വരും. ഇപ്പോൾ തുടയിലെ മേളിൽ വെച്ച് മുറിച്ച അനുഭവം നമ്മുടെ എപ്പിസോഡിൽ തന്നെ നമ്മൾ ഒരാളിനെ മനോജിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പാമ്പുകളിൽ ഏറ്റവും അപകടകാരിയാണ്. ഏത് ഡയറക്ഷനിലും കടിക്കാൻ പറ്റുന്നൊരു കാരണം, കാണേണ്ട കാല് ഇങ്ങനെ മേളിൽ കൂടെ പോയാൽ പോലും എത്തിപ്പിടിക്കുന്നു. ചുമ്മാ നമ്മൾ താഴെ ചുരുണ്ടിരിക്കുമ്പോൾ കാലിങ്ങനെ പൊക്കി നടന്നു പോയാൽ പോലും എത്തി കടിക്കുന്ന, അല്ലെങ്കിൽ ചാടി കടിക്കുന്ന ഒരു വിനോദമുള്ള ഒരു അതിഥിയാണ് അണലി എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടെന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും നീളമുള്ള പല്ലാണ്, ഏറ്റവും ചൂണ്ടമാരി വളഞ്ഞ പല്ലാണ്. കടി കിട്ടിക്കഴിഞ്ഞാൽ ആ മാംസത്തിനകത്തേക്ക് പല്ലിറക്കുക, പരമാവധി വെനം ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അറിയാമല്ലോ, ഹീമോടോക്സിക്, അതായത് കിഡ്നിയെ ബാധിക്കുന്ന, അതായത് മസിലുകളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന അതിഥിയാണ് അണലി. അതിൻ്റെ കടിയേറ്റാൻ അറിയാം നമുക്ക് കിഡ്നി വൃക്കകൾ തകരാറിലാവുക, അതിനോടനുബന്ധിച്ച് നമുക്ക് മറ്റ് ലങ്സിന് പ്രോബ്ലം ഉണ്ടാവുക, ഹാർട്ടിലേക്ക് പ്രോബ്ലം ഉണ്ടാവുക, പിന്നെ എന്താ പറയുക, രക്തകോശങ്ങൾ നശിച്ചു പോവുക. പിന്നെ അത് അഥവാ നമ്മൾ നല്ല മാരകമായിട്ടൊരു കടി നടന്നാൽ തന്നെ നമ്മൾ പിന്നെ ഡെവലപ്പായി വന്നാലും, രക്ഷപ്പെട്ട് വന്നാലും, ജീവിത അവസാനം വരെ നമുക്ക് അതിൻ്റെ അടുത്ത എഫക്റ്റ് ധാരാളമായിട്ടുണ്ട്, ഒത്തിരി ഉണ്ടാകും. ഒരുപാട് നമ്മളെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അറിയാലോ, നമുക്കിപ്പോൾ അടുത്ത് ഒരു മരണം, അണലി അടിച്ച് മരിച്ചത് നമ്മുടെ കോരാണിക്കടുത്തൊരു അമ്മയാണ്. അമ്മ വളരെ ദാരുണമായിരുന്നു അമ്മയുടെ മരണം. അമ്മ പകൽ ഫോൺ വിളിച്ചുകൊണ്ട് വഴി കൂടെ നടന്നു പോയപ്പോൾ കടി കിട്ടുന്നത്, കാലൊക്കെ വീർത്തിരുന്ന് കയറി മുറിച്ചു. അവസാനം എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് അമ്മ വെന്റിലേറ്ററിൽ നിന്ന് ഐസിയിൽ നിന്ന് വെന്റിലേറ്ററിൽ നിന്ന് വാർഡിലേക്ക് വരുന്നു. വാർഡിൽ വന്നതിന് ശേഷം പെട്ടെന്ന് രാത്രി കൂടുതലാവുന്നു. രാത്രി വീണ്ടും വാർഡിലേക്ക് കൊണ്ടുവന്നു, ഐസിയിലേക്ക് കൊണ്ടുവന്നു. അമ്മ പിറ്റേന്ന് രാവിലെ മരണപ്പെടുന്നു. അപ്പോൾ ഒരു കാരണവശാലും കടി കിട്ടാതിരിക്കാൻ നിങ്ങൾ
ഓരോരുത്തർ. ഇപ്പോൾ നിങ്ങൾ ആണ് നിങ്ങളെ സംരക്ഷിക്കേണ്ടത്, അല്ല മറ്റാരുമല്ല. അപ്പോൾ പാമ്പുകടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് തോന്നണമെങ്കിൽ നമുക്ക് തോന്നണം, നിങ്ങൾക്ക് തോന്നണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലോ പിന്നിലോ സൈഡിലോ ഒന്നും കൂട്ടി വെക്കരുത്. കിളിയെ സ്നേഹിക്കുന്നവർ, മൃഗങ്ങളെ സ്നേഹിക്കുന്നവർ വേനലാകുമ്പോൾ വെള്ളം വെച്ച് കൊടുക്കുന്ന പ്രവണത. നിങ്ങൾ തറയിൽ വെള്ളം വെക്കരുത്. ഹൈറ്റിൽ മതിലിൻ്റെ മുകളിൽ എങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുക, ടെറസിൽ വെക്കുക, മരത്തിൽ കെട്ടി തൂക്കുക, തറയിൽ വെള്ളം വെക്കാതിരിക്കുക, ചപ്പ് ചോറിൽ കൂട്ടി വെക്കാതിരിക്കുക. അപ്പോൾ മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞാൽ തുടങ്ങാൻ പോകുന്നു. ഒരു 10 ദിവസം ഒരു മാസം കൂടെ കഴിയുമ്പോൾ അണലിയുടെ പ്രസവത്തിന് സമയമാകുന്നു. ഇപ്പോൾ അണലിയുടെ കുഞ്ഞുങ്ങളെല്ലാം വയറ്റിൽ തയ്യാറായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരു മാസം കൂടെ കഴിയുമ്പോൾ പ്രസവിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾ അതിരിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുക. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു മുട്ടക്കാട്ടൻ എന്ന് തന്നെ പറയാം, തിരുവനന്തപുരം സ്ലാങ്ങിൽ പറയുമ്പോൾ മുട്ടക്കാട്ടൻ, അല്ലെങ്കിൽ നല്ല സൈസുള്ള ഏകദേശം 6 അടിയോളം നീളമുള്ള നല്ല ഒരു അണലിയാണ് നമുക്കിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ. അതിലുപരി നല്ല ബൈറ്റിങ്, കടിയെന്ന് വെച്ചാൽ ഭയങ്കര കടി. ഞാനിവിടെ കൈ വെച്ചിങ്ങനെ എടുത്ത സമയത്ത് എൻ്റെ കയ്യിൽ അടുത്ത് വരുന്നു, ജസ്റ്റ് മിസ്സായി കടിച്ചു. അത്രയ്ക്ക് കുതിച്ച് കടിച്ചിരുന്ന അതിഥിയാണ് അദ്ദേഹം. അപ്പോൾ ചാക്കിഞ്ഞ് തരാമോ? നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിട്ടുവരാളാണ്. പുള്ളി ഇപ്പോൾ വന്നേ ഉള്ളൂ. പുള്ളിയാണ് പാമ്പിൻ്റെ ഓണർ. പുള്ളി മേശരി പണിക്ക് പണിയായിരുന്നു. വിളിച്ച സമയത്തൊക്കെ പുള്ളി പണി സൈറ്റിൽ നിന്നാണ് വിളിച്ചത്. പണി സൈറ്റിലായിരുന്നു. പുള്ളി ഇപ്പോഴാണ് എത്തിയത്. എന്തായാലും വളരെ സന്തോഷം. അടിപൊളി. ഇന്ന് പണി നേരത്തെ ഒതുക്കാതെ കൃത്യസമയത്തിനടുത്ത് സന്തോഷം. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. അദ്ദേഹത്തിന് നമ്മളിപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ചാക്കിൽ കയറുന്ന പരിപാടിയാണ്. താനേ ഒന്ന് ചാക്കി കയറുക, നോക്കിക്കോളൂ നിങ്ങൾ. അദ്ദേഹം താനേ ഒന്ന് ചാക്കി കയറും. ഇതാ നോക്കിയോ, താനേ ഒന്ന് ചാക്കി കയറണം. നോക്കിയോ, മണിക്കൂട്ടോ ചാക്കി കയറി പെട്ടെന്ന് പോ. മണിക്കൂട്ടോ ചാക്കി കയറി, മക്കളെ ചാക്കി കയറിക്കോ. ആ ചാക്കിനകത്ത് അവരെൻ്റെ നാണം കിടന്ന് ചാക്കി കയറിക്കോ. അങ്ങനെ നല്ല മക്കളല്ലേ, കയറിക്കോ. കണ്ടോ, എന്ത് അനുസരണമുള്ള ആണെങ്കിലും നോക്കിയാൽ. വേറെ ആരെങ്കിലും ആളുകളെ കയറുമോ? സ്വന്തം മക്കൾ പോലും പറഞ്ഞാൽ കയറത്തില്ല. അതെ, വീടിനകത്ത് ഇറങ്ങി വെളിയുന്നുണ്ട്. അപ്പോൾ അച്ഛാന്ന് പറയും അല്ലേ. അതല്ല, എന്ത് അടിപൊളിയാന്ന് നോക്കിയാലേ, സൂപ്പർ. ഇങ്ങനെ എന്ത് എളുപ്പമായിരുന്നു അല്ലേ. ചാക്കും വേണ്ട, സഞ്ചിയും വേണ്ട, ഹൂക്കും വേണ്ട. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അതിഥിയായി എത്തിയ മുട്ടക്കാട്ടണലി. മൊത്തം ഒന്നൊന്നര അണലി എന്ന് തന്നെ പറയും. ഒന്നൊന്നര അണലി, അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ല. മുട്ടക്കാട്ടണലി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതൊരു എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഇപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും നന്ദി, നമസ്തേ.